ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 91 സങ്കീർത്തനം 3 വാക്യം നാം ചിന്തിച്ച് വരികയായിരുന്നു. 91 സങ്കീർത്തനം 3 വാക്യത്തെ ആസ്പദമാക്കി പൈശാചികൻ ഒരുക്കുന്ന കെണികളെക്കുറിച്ച് നാം ആലോചിച്ച് വരികയായിരുന്നു. പിശാച് ഒരുക്കുന്നതായ കെണികൾ, മനുഷ്യനെ തകർക്കുവാനും നശിപ്പിക്കുവാനും സാത്താൻ ഒരുക്കുന്ന കെണികൾ, മനുഷ്യൻ്റെ ഭാവി ജീവിതം മുടിച്ചു കളയുവാൻ ശത്രുവായ പൈശാചികൻ ഒരുക്കുന്ന കെണികൾ. 91 സങ്കീർത്തനം 3 വാക്യം ആദ്യം വായിക്കാം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. പക്ഷിയെ വേട്ടക്കാരൻ കെണിവെച്ച് പിടിക്കുന്നത് പോലെ മനുഷ്യനെ കെണിവെച്ച് പിടിക്കുവാൻ പിശാച് പരിശ്രമിക്കുന്നു, അവൻ യത്നിക്കുന്നു, അവൻ അധ്വാനിക്കുന്നു, അതിനുവേണ്ടി മാത്രം അവൻ ഉദ്യമിക്കുന്നു. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ എനിക്ക് മോചനം തന്നിരിക്കുന്നു എന്ന്, ഞാൻ കണിപൊട്ടി വഴുതി പോന്നിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവനെ വിടുവിക്കും എന്ന് ദാവീദ് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 124 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം വായിക്കുമ്പോഴാണ് നാം കാണുന്നത്, വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ ഞാൻ വഴുതി പോന്നിരിക്കുന്നു, കണിപൊട്ടി വഴുതി പോന്നിരിക്കുന്നു എന്ന്. നമുക്ക് വായിക്കാം. 124 സങ്കീർത്തനം 7 വാക്യം. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. ട്രാപ്പ് വെച്ചതാണ്, കെണി വെച്ചതാണ്, എന്നാൽ കെണി പൊട്ടി വഴുതി പോന്നിരിക്കുന്നു, കെണിയിൽ വീണതാണ്. എങ്കിലും വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും അവൻ്റെ വലയിൽ നിന്നും നാം വഴുതി പോന്നിരിക്കുന്നു, നാം രക്ഷപ്പെട്ടു പോന്നിരിക്കുന്നു. അതുതന്നെ 140 സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. 140 സങ്കീർത്തനം 5 വാക്യം നമുക്ക് വായിക്കാം. 142 സങ്കീർത്തനം 3 വാക്യം വായിക്കാം. ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു, വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു, അവർ എനിക്കായി കുടുക്കുകൾ വച്ചിരിക്കുന്നു. ദുഷ്ടനായ പൈശാചികൻ ചിലരെ എനിക്കെതിരായി ഒരുക്കി എന്നെ കെണിയിൽ വീഴിക്കുവാൻ പരിശ്രമിക്കുന്നു. ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു, വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു, അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു. കുടുക്ക് വെച്ചിരിക്കുകയാണ്, കെണി വെച്ചിരിക്കുകയാണ്. ദുഷ്ടന്മാരായ ആളുകൾ, ഗർവികൾ, പിശാചിൻ്റെ കയ്യിലെ ആയുധങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്കായി കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു, വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു, അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു. 142 സങ്കീർത്തനം 3 വാക്യം. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒരുക്കി വച്ചിരിക്കുന്നു. കെണി പൊട്ടി വഴുതി പോന്നു. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന്, നാശകരമായ മഹാമാരിയിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും. ദാവീദ് വലഞ്ഞു പോയൊരു മനുഷ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു ദാവീദ് പാപത്തിൻ്റെ കെണിയിൽ വീണതിനെക്കുറിച്ച്. പാപത്തിൻ്റെ കെണി, പാപം അതൊരു കെണി പോലെ നമ്മെ വീഴിക്കുവാൻ പിശാച് ഉദ്യമിക്കുന്ന വളരെ വളരെ ഭയാനകമായ ഒരു രംഗമാണ് പാപം. പിശാചിൻ്റെ കെണി പാപത്തിൽ കൂടിയാണ് നമ്മെ വശീകരിക്കുന്നത്, കെണിയിൽ വീഴിക്കുന്നത്. പാപം വരാതെ നിന്നാൽ നാം കെണിയിൽ വീഴുകയില്ല. ബുദ്ധിയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ സൂക്ഷ്മതയോടെ നാം നിൽക്കുമെങ്കിൽ കെണിയിൽ വീഴാതെ നമുക്ക് രക്ഷപ്പെടാം. ശത്രു ഒരുക്കുന്ന കെണിയിൽ വീഴാതെ രക്ഷപ്പെടാം. പാപം വരാതിരുന്നാൽ മതി, നമ്മെ തന്നെ സൂക്ഷിച്ചാൽ മതി. വേദപുസ്തകം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. പൈശാചികൻ തൊടാതിരിക്കും. കെണിയിൽ, കുടുക്കിൽ, വലയിൽ കുരുങ്ങാതെ നമുക്ക് രക്ഷപ്പെടാം. നാം പാപം കൂടാതെ നിന്നാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ പാപം വന്നാൽ ശത്രുവിൻ്റെ കെണിയിൽ നാം വീണുപോകും. ദാവീദ് കെണിയിൽ വീണുപോയി, പാപത്തിൻ്റെ കെണിയിൽ വീണുപോയി. പാപത്തിൻ്റെ കെണിയിൽ വീണു. നാം ഒടുവിൽ ചിന്തിച്ചു വെച്ചത്
ദാവീദിന് കുറ്റബോധം കിട്ടാതിരുന്നു എന്നാണ്. പാപം വന്നു, ഏറ്റവും ഹീനമായ പാതകം വന്നു, മ്ലേച്ഛമായ പാപം വന്നു. പക്ഷേ ഭയാനകമായ കാര്യം, പാപം വന്നു എന്ന് ദാവീദ് അറിഞ്ഞില്ല. ദാവീദിനറിയാമായിരുന്നു. പക്ഷേ പാപം എന്നുള്ള ആ കാര്യത്തിൻ്റെ ഗൗരവം ദാവീദിൻ്റെ ഹൃദയത്തിൽ തട്ടിയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ആരും തികഞ്ഞവരല്ല. മനസ്സറിഞ്ഞ് ഒരു പാപപ്രവൃത്തിയിലേക്ക് നാം പോകരുത്. ഒരു കാരണവശാലും പോകരുത്. പാപത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് പോകരുത്. നമ്മുടെ ഈ ശരീരത്തിലെ ഒരു അവയവം കൊണ്ടും നാം പാപം ചെയ്യരുത്. പക്ഷേ ചിന്തയിൽ, നമ്മുടെ വിചാരത്തിൽ, നമ്മുടെ വികാരത്തിൽ, നമ്മുടെ ആഗ്രഹത്തിൽ, നമ്മുടെ മോഹത്തിൽ, നമ്മുടെ നിരൂപണത്തിൽ, നമ്മുടെ മനോരാജ്യത്തിൽ, നമ്മുടെ ആലോചനകളിൽ പക്ഷേ പാപം വന്നു എന്ന് വന്നേക്കാം. പാപം വരാം. അതിനപ്പുറത്തേക്ക് വാക്കിലേക്ക് പാപം മാറരുത്, പ്രവൃത്തിയിലേക്ക് പാപം മാറരുത്. നാം അതിൽ കരുതലുള്ളവരായിരിക്കേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. കാതലായ ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ? ഞാൻ പൊതുജന്മം പ്രാപിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. നമ്മുടെ ശരീരത്തിൽ നാം നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ചു. അത് ശാരീരിക ജന്മം, ജഡപ്രകാരമുള്ള ജന്മം. എന്നാൽ അതിന് ശേഷം നാം ആത്മാവിൽ ജനിച്ചിട്ടുണ്ടോ? ആത്മാവിൽ വീണ്ടും ജന്മം. യേശുദമ്പുരാൻ പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ഒരു ജന്മം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു പുതുജനനം, ഒരു വീണ്ടും ജന്മം, റീജനറേഷൻ എന്ന് പറയാം, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഏതായാലും പറയുന്ന വാക്ക് ഏതുമാകട്ടെ, നമുക്കൊരു അനുഭവം വേണം, പുതിയ ജന്മത്തിൻ്റെ അനുഭവം. പഴയ മനുഷ്യൻ മരിച്ചു, പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ജീവിതത്തിൽ അതാണ് സംഭവിക്കേണ്ടത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് അനുഭവിക്കേണ്ടതാണ്. പഴയ മനുഷ്യൻ മരിച്ചുപോയി, പഴയ കോപമുള്ള മനുഷ്യൻ മരിച്ചുപോയി, പഴയ വഴക്കുള്ള മനുഷ്യൻ മരിച്ചുപോയി, പഴയ വൈരാഗ്യമുള്ള മനുഷ്യൻ മരിച്ചുപോയി, പഴയ മുഷിച്ചിലുള്ള മനുഷ്യൻ മരിച്ചുപോയി, പഴയ വാശിയും പിണക്കവുമുള്ള മനുഷ്യൻ മരിച്ചുപോയി, പഴയ ദുർമോഹങ്ങളുള്ള മനുഷ്യൻ മരിച്ചുപോയി, പഴയ സ്വഭാവമുള്ള മനുഷ്യൻ മരിച്ചുപോയി. എന്നാൽ മരിച്ചുപോയ മനുഷ്യൻ അടക്കപ്പെട്ടു. എന്നിട്ടോ ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു മഹാഭാഗ്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്. പുതുതായ ജന്മം, വീണ്ടും ജന്മം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ നാം ചിന്തിക്കേണ്ടതാണ്. പുതുതായ ജന്മം അതൊരിക്കലായിട്ട് സംഭവിക്കേണ്ടതാണ്. ഒരു മാനസാന്തരം കിട്ടുന്നെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. പഴയ മനുഷ്യൻ മരിക്കുന്ന ഒരു ഭാഗ്യം. സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ചിന്തിക്കൂ. നമ്മുടെ ജീവിതത്തിൽ അത് ലഭിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായൊരു ദാഹം വരട്ടെ. കർത്താവേ, ഞാൻ പുതുതായി ജനിച്ചുവോ? ഞാൻ വീണ്ടും ജന്മം അനുഭവിച്ചുവോ? എനിക്കൊരു മാനസാന്തരം വന്നുവോ? ഞാൻ വചനം കേട്ടു, വേദപുസ്തകവുമായി ഞാൻ വചനം ശുശ്രൂഷയ്ക്ക് വന്നു. ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ട് ഓടുകയും പ്രവർത്തിക്കുകയും ചെലവഴിക്കുകയും ചെയ്തു. പക്ഷേ എനിക്കൊരു പുതിയ ജന്മം ലഭിച്ചുവോ? പുതുജനനം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വളരെ ഗൗരവമേറിയ ചോദ്യമാണിത്, ഗൗരവമേറിയ പ്രശ്നമാണിത്. ഇത് നിത്യതയോളം നിലനിൽക്കുന്ന കാര്യമാണ്. ഇത് ഏതാനും ദിവസത്തേക്കുള്ളൊരു കാര്യമല്ല. നമ്മുടെ ഈ ഭൗതിക ജീവിതം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഈ ലോക ജീവിതം കഴിഞ്ഞ് നിത്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നാം വീണ്ടും ജന്മം അനുഭവിക്കാതെയാണ് ചെല്ലുന്നതെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് തമ്മിൽ ജനിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും വലിയ അവതാളത്തിലായി പോകും, ഏറ്റവും വലിയ കനത്ത നഷ്ടത്തിലായി പോകും. വളരെ ഗൗരവമാണത്. ഇന്ന് ദയവായി നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചിന്തിക്കൂ. എനിക്കൊരു വീണ്ടും ജന്മം കിട്ടിയോ? ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സമയത്ത് ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റണമെന്നില്ല. ഇന്ന സമയത്ത് ഞാൻ മാനസാന്തരപ്പെട്ടുവെന്ന് ഒരു പ്രത്യേക ദിവസം പറയാൻ പറ്റണമെന്നില്ല, ഒരു പ്രത്യേക സമയം പറയാൻ പറ്റണമെന്നില്ല. അതൊരു അനുഗ്രഹീതമായൊരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായ ഒരു പ്രോസസ്സാണ്, ഒരു വലിയ പ്രവർത്തനമാണ്. പല നാളുകൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കുകയാണ്. ഏതോ ഒരു സമയത്ത്. ആ സമയം നാം അറിയണമെന്നില്ല, ആ സമയം നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. എന്നാൽ ചിലർക്ക് അത് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരാം. വ്യക്തമായ അനുഭവം ലഭിക്കുന്നവർ, വ്യക്തമായി യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ താണിറങ്ങി വന്ന് എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നു എന്ന് അനുഭവിക്കുന്ന ആ അനുഭവത്തിൻ്റെ നല്ല ചൂടുള്ള അനുഗ്രഹീതമായ അനുഭവം ഉള്ളവരുണ്ട്.
നല്ലതാണ്. ഇല്ലേ, അതുകൊണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഴയ മനുഷ്യൻ മരിച്ചു എന്നുള്ള നല്ലൊരു ഉറപ്പ് നിങ്ങൾ സമ്പാദിക്കണം. അത് നിങ്ങൾ തന്നെ നേടേണ്ടതാണ്, വേറെ ആരും പറഞ്ഞു തരേണ്ടതല്ല. നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരണം, ഞാൻ പഴയ മനുഷ്യൻ മരിച്ചുവോ, എൻ്റെ ജീവിതത്തിലൊരു പുതിയ ജീവിതം തുടങ്ങിയോ, ഞാൻ പഴയ സ്വഭാവങ്ങളെല്ലാം മരിച്ചുപോയോ. തീർച്ചയായും നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗത്തിന് വരുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ യോഗങ്ങളിൽ വരുന്ന അനേകം ആളുകൾ വാസ്തവമായും വീണ്ടും ജനം അനുഭവിക്കുന്നവരുണ്ട്, മാനസാന്തരപ്പെട്ടവരുണ്ട്. അവർ തികഞ്ഞവരായി എന്നല്ല, ഒരു ശിശു ജനിച്ചു അതുകൊണ്ടെല്ലാം ആയില്ലല്ലോ. ശിശു ജനിച്ചു, ജന്മമില്ലാതെ പിന്നെ വളരുന്നതെങ്ങനെ, ജന്മമില്ലാതെ പിന്നെ ഓടുന്നതെങ്ങനെ, ജന്മമില്ലാതെ പിന്നെ പ്രവർത്തിക്കുന്നതെങ്ങനെ? ജനിച്ചു, ഒരു ശിശു ജനിച്ചു. ഒരു ശിശു ജനിച്ചാൽ ആ ശിശുവിന് വളർച്ച വേണം. ജനിച്ച ശിശുവിന് പിന്നെ പാൽ കൊടുത്ത് വളർത്തണം. അമ്മയുടെ മുലപ്പാൽ കൊടുക്കണം, അല്ല കുപ്പിപ്പാൽ കൊടുക്കണം. ആ കുഞ്ഞിന് ആവശ്യമുള്ള ആഹാരം കൊടുക്കണം. അതാത് പ്രായത്തിനെ പറ്റി ആഹാരം കൊടുത്തുകൊണ്ടിരിക്കണം. ആഹാരം കൊടുക്കണം. ഏതാണ് ആഹാരം? പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. ഏതാണ് ശിശുവിന് കിട്ടേണ്ടതായ ആഹാരം? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ശിശുവിന് പാൽ ആവശ്യമാണ്, ശിശുവിന് ആഹാരം ആവശ്യമാണ്, അതാത് പ്രായത്തിനകത്ത് ആഹാരം ആവശ്യമാണ്. വചനമെന്ന മായമില്ലാത്ത പാല്. ഈ പാല് അത് കിട്ടുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്ന കൂട്ടായ്മ യോഗങ്ങൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്നവർക്ക് വചനം കർത്താവ് തരുന്നുണ്ട്. ഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ ആരുടെയും ബുദ്ധിയിൽ നിന്നല്ല വചനം വരുന്നത്, ബുദ്ധിയിൽ നിന്നുള്ള പ്രസംഗമല്ല നടക്കുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്നവർക്കറിയാം നമുക്ക് കിട്ടുന്നത് ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴുക്കി തരുന്നതായ ജീവജല സമൃദ്ധിയാണ്, ജീവജലത്തിൻ്റെ പ്രവാഹമാണ്, ആത്മാവിൻ്റെ പ്രവാഹം. ജീവജലം നമ്മിലേക്ക് ഒഴുക്കി തരികയാണ്. ഈ ജീവനുള്ള ജലം അത് നാം കുടിച്ച് നമ്മുടെ ദാഹം തീർക്കുന്നു. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നാം രക്ഷയ്ക്കായി വളരുന്നു. രക്ഷയ്ക്കായി വളരുവാൻ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. ഇത് മുടങ്ങാതെ കുടിച്ചുകൊണ്ടിരിക്കണം. വല്ലപ്പോഴും ഒരിക്കൽ ഒരു ദിവസം വന്ന് വചനം കേട്ടിട്ട് പോയാൽ പ്രയോജനമില്ല. ഒരു ശിശുവിന് ഒരു ദിവസം പാൽ കൊടുത്തു, പിന്നെ ഒരാഴ്ചത്തേക്ക് പാൽ കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ആ കുഞ്ഞിൻ്റെ സ്ഥിതി? അനേകർ ഇന്ന് ബാലമരണം വരുന്നു, ശിശുമരണം സംഭവിക്കുന്നു. ബാലമരണം, ശിശുമരണം, ആഹാരമില്ലാതെ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം കിട്ടുന്നില്ല, വചനത്തിന് ദാഹമില്ല, വചനം പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവർ കെട്ടുപോകുന്നു, അവരുടെ ആത്മാവ് മരിച്ചു പോകുന്നു. ഗലാത്യ സഭയ്ക്ക് പറ്റിയ ഒരു അപകടം അതാണ്. ഗലാത്യ സഭയ്ക്ക് അങ്ങനെ അപകടം പറ്റി. അവർ കൃപയിൽ നിന്ന് വീണുപോയി. അവർ വാസ്തവത്തിൽ ഗലാത്യയിലുള്ള ദൈവമക്കൾ, അവരിലേക്ക് ചില ദുരുപദേശങ്ങൾ കടന്നു വന്നു. ചില ശത്രുവായ പൈശാചികൻ നല്ല പാൽ കുടിച്ചുകൊണ്ടിരുന്ന മക്കൾക്ക് അവൻ അല്പം വിഷം കലർത്തിയ പാൽ കൊടുത്തു. വിഷം കലർത്തിയ പാല് അത് പിശാച് കൊടുത്തതാണ്, സാത്താൻ കൊടുക്കുന്നതാണ്. വീണ്ടും ഞാൻ അനുഭവിച്ച ദൈവമക്കൾക്ക് പിശാച് ചില പാല് വിഷം കലർത്തി കൊടുക്കും. ചില അരുതാത്ത ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ കടത്തിവിടും, ചില നിരീശ്വര ചിന്തകൾ കടത്തിവിടും, ചില ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാക്കും, ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും. ചിലത് മനസ്സിലാകുന്നില്ല എന്ന് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയും ദൈവവിശ്വാസത്തെ സംശയിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരിലുണ്ടായതായ ദൈവത്തിൻ്റെ ആത്മാവ് കെട്ടുപോകും, ദൈവത്തിൻ്റെ ആത്മാവ് മരിച്ചു പോകും. ആത്മാവ് മരിച്ച അവസ്ഥ വരും. അപ്പോൾ അവർ ആത്മാവിൽ വീണുപോകും, തകർന്നു പോകും. ഗലാത്യ സഭയിലുള്ള വിശ്വാസികൾക്ക് അതാണ് പറ്റിയത്. അവരിൽ ചിലർ ദുരുപദേശങ്ങൾക്ക് ചെവി കൊടുത്തു. അവരിൽ ചിലർ പരസ്പരം വാഗ്വാദം ചെയ്യാൻ തുടങ്ങി, പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. 1-ാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് നടക്കുന്ന കാലത്ത് തന്നെ ഗലാത്യ സഭയിലുള്ള ദൈവമക്കൾക്ക് ഈ അനർത്ഥം സംഭവിച്ചു. അവർ പരസ്പരം വാഗ്വാദം തുടങ്ങി. അവർ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് വാഗ്വാദം. അവരുടെ ജീവിതത്തിൽ വിശ്വാസബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് വാഗ്വാദം. ഈ വാഗ്വാദം നടന്നപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? ആത്മാവിൽ ആരംഭിച്ചു, ജഡത്തിലേക്ക് ആയിപ്പോയി. ആത്മാവിൽ തുടങ്ങിയതാണ്, പക്ഷേ ജഡമായിപ്പോയി എന്ന് പറഞ്ഞാൽ നിർജീവമായിപ്പോയി.
ജഡീകമായ പ്രവർത്തനങ്ങൾ, പുറമേ ബാഹ്യമായ ആത്മീയമായ കാര്യങ്ങളുണ്ട്, പക്ഷേ ആത്മാവ് നിർജ്ജീവമായി പോയി. അപ്പോഴാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയല്ലോ എന്ന്. ഗലാത്യലേഖനം 5-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയവരായിരുന്നു, പക്ഷേ നിങ്ങൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയല്ലോ. പിശാചിൻ്റെ ജയിലറയിൽ നിന്ന് മോചനം കിട്ടിയവരായിരുന്നു, പക്ഷേ നിങ്ങൾ പിശാചിൻ്റെ ജയിലറയിൽ കുടുങ്ങിപ്പോയല്ലോ. സാത്താൻ നിങ്ങളെ കെണിയിൽ വീഴിച്ചല്ലോ. പിശാച് നിങ്ങളെ തന്ത്രപൂർവ്വം വശീകരിച്ച് കുടുക്കിലാക്കിയല്ലോ. നിങ്ങൾക്ക് അപകടം പറ്റിപ്പോയല്ലോ. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടുപോയല്ലോ. സഹോദരന്മാരാണ്, കൂട്ടായ്മക്കാരാണ്, പക്ഷേ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരാണ്, കള്ള അപ്പോസ്തലന്മാരാണ്. അവർ പറഞ്ഞത് കേട്ട് നിങ്ങൾ വഴിതെറ്റിപ്പോയല്ലോ. അവരും ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞത്, അവരും വേദപുസ്തകത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞത്, അത് നല്ല കാര്യങ്ങളാണ് തോന്നാവുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്, പക്ഷേ അത് കേട്ട് നിങ്ങൾ കുടുങ്ങിപ്പോയല്ലോ, കെണിയിൽ വീണുപോയല്ലോ. അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് വായിക്കാം ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദനയേൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ദൈവത്തിന് സ്തോത്രം. വിശ്വാസബന്ധമായ കാര്യത്തിലാണ് പ്രശ്നം വന്നത്. അതിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. വിശ്വാസബന്ധമായ കാര്യങ്ങൾ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിച്ചതുകൊണ്ട് നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. അതുകൊണ്ട് എന്തു പറ്റി? ആത്മാവ് മരിച്ചുപോയി. അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ജനിക്കുവാൻ ഞാൻ പ്രസവവേദനപ്പെടുന്നു എന്ന്. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവാൻ ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു എന്ന്. ഒരമ്മ ശിശുവിനെ പ്രസവിക്കുവാൻ പ്രസവവേദനപ്പെടുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ് പ്രസവവേദനപ്പെടുന്നു. എന്തിന്? യേശു അവരിൽ പിന്നെയും ജനിക്കണം. വീണ്ടും ജനം ലഭിച്ചവരായിരുന്നു, പക്ഷേ ആ കൃപയിൽ നിന്ന് വീണുപോയി, അവർ ആത്മാവിൽ മരിച്ചുപോയി. ഇനിയും അവർ ജീവൻ പ്രാപിക്കണം. ഗലാത്യലേഖനം 4-ാം അധ്യായം വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കാം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. എനിക്ക് വിഷമമാണ് മക്കളെ നിങ്ങളെക്കുറിച്ച്. നിങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. നിങ്ങൾ വീണ്ടും ജനിച്ചവരായിരുന്നു, എന്നാൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയല്ലോ. നിങ്ങൾ പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരുന്നു, പക്ഷേ പിന്നെയും നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ പിശാചിൻ്റെ കെണിയിൽ വീണുപോയി. പിശാചിൻ്റെ കുടുക്കിലും വലയിലും നിങ്ങൾ പെട്ടുപോയി. അനർത്ഥമായി പോയല്ലോ. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. നിങ്ങളെക്കുറിച്ച് ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കൂ. ഒരിക്കൽ മാനസാന്തരം കിട്ടിയവരാണ്, ഒരിക്കൽ വീണ്ടും ഞാൻ അനുഭവിച്ചവരാണ്, ആത്മാവിൻ്റെ ലഹരിയിൽ ദൈവത്തെ സ്തുതിച്ചവരാണ്. ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നില്ലേ അന്ന്? ഓർത്തു നോക്കൂ. ഒരു പ്രത്യേക ലഹരി ഉണ്ടായിരുന്നില്ലേ അന്ന്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ അരികത്ത് വരുന്നു എന്നുള്ള ഒരു നല്ല ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ലേ? അന്ന് നിങ്ങൾ സ്തുതിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ കർത്താവ് കേട്ടു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ലേ? ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ കോപം നിങ്ങളെ അടുക്കാതെ വണ്ണം ഏതോ ഒരു കൃപ നിങ്ങളെ പൊതിയും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? കോപം വരാൻ തുടങ്ങുമ്പോഴേക്കും ഏതോ ഒരു ശക്തി വന്ന് ആ കോപത്തെ അടിച്ചമർത്തുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇഷ്ടക്കുറവോ മുഷിച്ചിലോ വരുമായിരുന്ന സമയങ്ങളിൽ ഇപ്പോൾ അത് വരില്ല എന്ന് പറയത്തക്കവണ്ണം അതുപോലുള്ളൊരു പ്രത്യേക കൃപയും പ്രത്യേക ശക്തിയും പ്രത്യേക അനുഭവവും പ്രത്യേക അനുഗ്രഹവും നിങ്ങൾ ലഭിച്ചിരുന്നില്ലേ? എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആദ്യ സ്നേഹം കളഞ്ഞു പോയിരിക്കുകയാണ്. ഒരിക്കലുണ്ടായിരുന്ന ലഹരി കുറഞ്ഞു പോയിരിക്കുകയാണ്. ലഹരി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആത്മാവിൻ്റെ ലഹരി അതൊരു പ്രത്യേക അനുഭൂതിയാണ്, ആത്മീയമായ അനുഭൂതി. സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ പിശാചിൻ്റെ കെണിയിൽ പിന്നെയും പെട്ടുപോയ പല യുവാക്കളെ കേൾക്കുന്നുണ്ടാകും. പിശാചിൻ്റെ കെണിയിൽ പിന്നെയും പെട്ടുപോയി. സാത്താൻ കുരുക്കിലാക്കി കളഞ്ഞു. അവൻ ലജ്ജയില്ല, പിശാചിന് ലജ്ജയില്ല, അവന് നാണമില്ല, അവന് മടുപ്പില്ല, അവൻ പിന്നോട്ടില്ല. ഒരിക്കൽ തോറ്റുവെങ്കിലും അവൻ തോറ്റു പിന്മാറില്ല. പിന്നെയും അവസരം കിട്ടുമോ അവൻ ചാടി വന്ന് തന്ത്രത്തിൽ കയറാൻ നോക്കും, തന്ത്രപൂർവ്വം കയറാൻ നോക്കും. അകത്ത് കയറാൻ ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കും.
അവൻ വളരെ കൗശലക്കാരനാണ്. ഒരാളെ ഏത് കാര്യത്തിൽ വീഴിക്കാമെന്ന് അവനറിയാം. മനുഷ്യൻ്റെ വീക്ക് പോയിൻ്റ് എവിടെയാണ്, അവൻ്റെ ബലഹീന വശം എവിടെയാണ് എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ആ ബലഹീന വശത്ത് ആ പോയിന്റിൽ കൂടി അവൻ കടന്നു വരും, അവൻ നുഴഞ്ഞു കയറി വരും. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രദ്ധാപൂർവ്വം നിൽക്കേണ്ടതാണ് ആത്മീയ ജീവിതം. ശ്രദ്ധാപൂർവ്വം നിൽക്കേണ്ടതാണ്, വളരെ കരുതലോടെ നിൽക്കേണ്ടതാണ്. നമ്മിൽ പലരും ഇതൊന്നും ചിന്തിക്കാറില്ല. ആത്മീയ ജീവിതം അത് കളിയല്ല, ആത്മീയ ജീവിതം അത് നിസ്സാരമല്ല, ആത്മീയ ജീവിതം പൂമെത്തയല്ല, ആത്മീയ ജീവിതം പുഷ്പശയ്യയല്ല, ആത്മീയ ജീവിതം സുഖകരമായ ഒന്നല്ല. ആത്മീയ ജീവിതം പോരാട്ട ജീവിതമാണ്. ആത്മീയ ജീവിതം ശത്രുവിനോടുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ അനുഗ്രഹങ്ങൾ നാം കൈയാളുവാനുള്ള അനുഗ്രഹീത നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതം നയിപ്പാൻ ഒരു സമർപ്പണം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ദയവായി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ഇതറിയാമായിരുന്നുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ വളരെ വളരെ ഹൃദയസ്പർശിയായി പറഞ്ഞത്, അലസത ലേശമെങ്കിലും വന്നുപോയാൽ അശുവഴിയിലേക്ക് തിരിയുമെന്നും തന്നെയല്ല ആത്മാവ് മരിക്കുമെന്നും. അലസത ലേശം വന്നാൽ മതി, ഒരു ചെറിയ അലസത വന്നാൽ മതി, അശുവഴിയിലേക്ക് തിരിയും, ആത്മാവ് മരിച്ചു പോകും, സ്വയമേ നിഹനിക്കും, ആത്മാവിനെ തന്നെത്താൻ കൊന്നുകളയും. എന്തുകൊണ്ട്? അലസത വന്നേ ഉള്ളൂ, പ്രകടമായ മഹാഭാവത്തിൽ വീണില്ല. പക്ഷേ അലസത ലേശം ബാധിച്ചാൽ അറിയാമല്ലോ, പാടാം. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാർഗം വീതി കുറഞ്ഞതുമാ വഴിഗമനം കാക്ഷിപ്പോത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. സ്വന്തം ആത്മാവിനെ സ്വയമേ നിഹനിക്കും, സ്വയമേ വധിക്കും, സ്വയമേ കൊല്ലും. ആത്മാവ് മരിച്ചു പോകും. അലസത ലേശം വന്നാൽ മതി, അല്പം അശ്രദ്ധ പറ്റിയാൽ മതി. അതാണ് പറഞ്ഞത്, ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നതുമില്ല. കരുതലോടെ നിൽക്കുകയാണ്, പേടിച്ചല്ല, ഭയപ്പെട്ടല്ല, വീഴുവോ പേടിച്ചല്ല. നേരെ എങ്ങനെയാണ്? നേരെ മറിച്ച് നാം കരുത്തോടെ നിൽക്കുന്നു. എൻ്റെ യേശു എൻ്റെ കരുത്തിൽ പിടിച്ചിരിക്കുന്നു, യേശുവിൻ്റെ കയ്യിൽ ഞാൻ പിടിവിടുകയില്ല. ആർക്കും എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്നെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ സ്വയമേ ഇറങ്ങിപ്പോകാതിരുന്നാൽ മതി, ഞാൻ ഇറങ്ങിപ്പോവില്ല. ഞാൻ കരുതലോടെ പറ്റിച്ചേർന്ന് നിൽക്കും. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരല്പം പോലും നാം സൂക്ഷ്മതയോടെ, അല്പം പോലും കരുതലോടെ നിന്നില്ലെങ്കിൽ അവിടെ പിശാച് കയറി വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തറഞ്ഞു വരട്ടെ, നിങ്ങളുടെ ഉള്ളത്തിൽ ഇത് നല്ലപോലെ പതിയട്ടെ. ഇന്ന് ആത്മാവിൻ്റെ വീണ്ടും ജന്മ അനുഭവത്തിലാണോ ഞാൻ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കൂ, എൻ്റെ അനുഭവം എന്താണ്? ഒരു കാലത്തുണ്ടായിരുന്ന ചൈതന്യം എന്നിലുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന വീര്യം എന്നിലുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ദാഹം എന്നിലുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന സ്നേഹം എന്നിലുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന വിശ്വാസം എനിക്കുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്നതായ ധൈര്യം എനിക്കുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ പ്രാഗൽഭ്യം എനിക്കുണ്ടോ? ഇന്നിപ്പോൾ ഞാൻ കടന്നുപോയാൽ ഞാൻ ദൈവരാജ്യത്തിൽ ചെല്ലും, ഈ ഉറപ്പുണ്ടോ? ഇന്ന് നാം വ്യർത്ഥമായി ആശ്വസിച്ചിട്ട് കാര്യമില്ല. വ്യർത്ഥമായിട്ട് വല്ലതും ആശ്വസിക്കും, ഞാൻ ചെല്ലും, ചെല്ലാതിരിക്കില്ല, കർത്താവ് എന്നെ ഉപേക്ഷിക്കില്ല, ഞാനത് വേറെ അരുതാത്ത വലിയ വഴിക്കൊന്നും പോയില്ലല്ലോ. പിന്നെ ചില കാര്യങ്ങളിൽ ചില ബലഹീനതകൾക്ക് വന്നല്ലേ ഉള്ളൂ, ദൈവം രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ചെന്ന് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ കന്യമറിയാൻ പറഞ്ഞതുപോലെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണം. വീഞ്ഞ് അല്പം ഉണ്ട്, കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വീഞ്ഞില്ല, നഷ്ടപ്പെട്ടു പോയി, കർത്താവേ പോയി, വീഞ്ഞില്ല. കന്യമാതാവ് അതാണ് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. കുറച്ച് വീഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്, അത് അടുത്ത പന്തി വിളമ്പാൻ പോരാതെ വരും തോന്നുന്നു, കുറച്ച് കുറവുണ്ട്. നോ, അങ്ങനെയല്ല. എന്താണ് വേണ്ടത്? അവർക്ക് വീഞ്ഞില്ല. അങ്ങനെ പറയുമ്പോഴാണ് യേശു പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പറയൂ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയൂ, കർത്താവേ നഷ്ടപ്പെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി, പിശാചിൻ്റെ കെണിയിൽ പെട്ടുപോയി, സാത്താൻ്റെ വലയിൽ കുടുങ്ങിപ്പോയി, പിശാചിനെ കുരുക്കിലാക്കിപ്പോയി, അവനെ വലയിൽ കുരുക്കിപ്പോയി, അവൻ്റെ കുടുക്ക് എൻ്റെ മേൽ വന്ന് വീണുപോയി. കർത്താവേ, ഞാൻ കുരുങ്ങിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, ചില പ്രത്യേക കാര്യങ്ങളിലുള്ള നിർബന്ധ ബുദ്ധി എന്നെ തളച്ചു വെച്ചിരിക്കുന്നു. ചില കാര്യങ്ങളിലുള്ള സ്വാർത്ഥത എന്നെ ബന്ധിച്ചിരിക്കുന്നു. ചില കാര്യങ്ങളിലുള്ള അഹന്ത എന്നെ ബാധിച്ചിരിക്കുന്നു. ചില കാര്യങ്ങളിലുള്ളതായ പ്രശംസ എന്നെ ബന്ധിച്ചിരിക്കുന്നു. കർത്താവേ, ചില കാര്യങ്ങളിലുള്ള അഹമ്മതി എന്നെ ബന്ധിച്ചിരിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചില കടുംപിടുത്തങ്ങൾ എന്നെ ബന്ധിച്ചിരിക്കുന്നു. എൻ്റെ ചില ധാരണകൾ എന്നെ ബന്ധിച്ചിരിക്കുന്നു.
നാഥാ എന്നെ നീ വിടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾ കരങ്ങളെ കർത്താവിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവേ ഇതാ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. യേശുവേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. യേശുവേ പഴയ കൃപയിലേക്ക് എന്നെ തിരിച്ചു വരുത്തണമേ. വലയിൽ നിന്ന്, പിശാചിൻ്റെ കുടുക്കിൽ നിന്ന്, ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദുഷ്ടപിശാച് പാപത്തിൻ്റെ കെണിയിൽ എന്നെ പെടുത്തിയിരിക്കുന്നു, എന്നെ വിടുവിക്കണമേ. നാഥ നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എൻ്റെ മേൽ കർത്താവേ തിരുരക്തം തളിച്ച് എന്നെ വിടുവിക്കണമേ. തിരുരക്തത്താൽ എനിക്ക് മോചനം തരണമേ കർത്താവേ. എൻ്റെ ദൈവം ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവദാസനോട് ഇരിക്കുന്നുണ്ട് കർത്താവേ. എന്നോട് കരുണ ചെയ്യണമേ, എന്നെ വിടുവിക്കണമേ, എനിക്ക് മോചനം തരണമേ, എന്നെ രക്ഷിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ എന്നെ സമർപ്പിക്കൂ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. യേശുവിനോടൊരു പുതിയ വാക്ക് പറയൂ. യേശുവേ തിരുരക്തത്താൽ നീ എന്നെ വീണ്ടെടുത്തതിനാൽ നാഥ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു. തിരുരക്തം എൻ്റെ മേൽ തളിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ. ശത്രുവായ പൈശാചികൻ്റെ മഹാമാരിയിൽ നിന്നും, കെണിയിൽ നിന്നും, കുടുക്കിൽ നിന്നും, വലയിൽ നിന്നും, കുരുക്കിൽ നിന്നും എന്നെ വിടുവിക്കണമേ, രക്ഷിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, പിശാചിൻ്റെ കെണിയിൽ വീഴുവാൻ, പിശാചിൻ്റെ കെണിയിൽ വീഴിക്കുവാൻ ശത്രുവായ പൈശാചി ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് കർത്താവേ. നാഥ ഞങ്ങളുടെ ബലഹീന വശങ്ങളിൽ കൂടി ഞങ്ങളെ ആക്രമിക്കാൻ ശത്രു നോക്കുന്നു, ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾക്ക് സ്വയമേവ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ കഴിയില്ലല്ലോ. യുദ്ധം അവിടത്തേക്കാകുന്നുവല്ലോ. അവിടുന്ന് യുദ്ധം ചെയ്യണമേ കർത്താവേ. ശത്രുവിനെ തോൽപ്പിച്ച് ഞങ്ങളെ ജയിപ്പിക്കണമേ. ഞങ്ങളുടെ മേൽ കൃപ പകരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.